ഹല്ലേലൂയ. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ. പൊന്നുമാർവോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. പൊന്നുമാർവോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. പ്രേമ പരിമളക്കുന്നിലെ എൻ്റെ പ്രിയനുമായുള്ള വാസമേ, ഞാനോർത്തിടും തോറുമൻ മാനസം തുള്ളിയിടുന്നേ അതിബോധമായി. ഞാനോർത്തിടും തോറുമൻ മാനസം തുള്ളിയിടുന്നേ അതിബോധമായി. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ. പൊന്നുമാർവോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. പൊന്നുമാർവോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. ഹല്ലേലൂയ. കടന്നു എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വചനത്തിലേക്ക് കടന്നു പോകാം. വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കാം ഓരോരുത്തരും ഇതിനകത്തിരിക്കുന്നത്. പക്ഷേ എല്ലാ വിഷയങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന, സകല മക്കളുടെ കുടുംബത്തെ അറിയുന്ന, ഹൃദയം അറിയുന്ന, ആഗ്രഹങ്ങളും ആവേശങ്ങളും പ്രാർത്ഥനകളും അറിയുന്ന, കുടുംബത്തിൻ്റെ സകല സാഹചര്യങ്ങൾ അറിയുന്ന ഒരു സർവ്വശക്തനാകുന്ന ദൈവമുണ്ട്. ആ കർത്താവ് ഇന്നലെ ഇന്ന് എന്നേക്ക് വിശ്വസ്തനത്രേ. ആ കർത്താവ് നമ്മളെ വിടുവിക്കുവാനും പരിപാലിക്കുവാനും മതിയായവനാണ്. കക്കകളെ നോക്കുകയും അവൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും അവയെ ദൈവം എന്ത് ചെയ്യുന്നു? പുലർത്തുന്നു. എങ്കിലും അവയെ ദൈവം എന്ത് ചെയ്യുന്നു? പുലർത്തുന്നു. കാക്കയെ പുലർത്തുന്ന ദൈവം, പറവകളെ പുലർത്തുന്ന ദൈവം, സകലത്തെയും കാണുന്ന ഒരു ദൈവം ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളെയും കാണുന്നുണ്ട്. സ്തോത്രം. ആരെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ടോ അവരെല്ലാം കാണുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് വ്യത്യസ്തമായ വിഷയത്തോടെ ഇതിരിക്കുമ്പോഴും അവരുടെ വ്യത്യസ്തമായ വിഷയത്തിന് മറുപടിയും പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരങ്ങളും തരുന്ന ഒരു കർത്താവ് ഇന്നാലയത്തിൽ വന്നിട്ടുണ്ട്. സംഖ്യാപുസ്തകം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് 13, 14 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആഴമേറിയ തിരുവചനങ്ങളാണ് ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്നത്. സംഖ്യാപുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളും 14-ാം അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ ആഴമായ തിരുവചനങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നോട് നിങ്ങളോട് ദൈവം സംസാരിക്കുന്ന വരികളാണ്, വാക്യങ്ങളാണ് എൻ്റെ ദൈവം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ശ്രദ്ധിക്കാമോ? സംഖ്യാപുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അഭിഷേകം ചെയ്ത ദൈവമക്കളിലൂടെ കനാൻ ദേശത്തേക്ക് ഒറ്റുനോക്കാൻ പോകുന്നു. കനാൻ ദേശത്തിലേക്ക് പോകുമ്പോൾ ദൈവം എന്തൊക്കെ പറയുന്നു, എന്നാൽ ജനം എങ്ങനെ ആയിരിക്കുന്നു, എന്നാൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള സ്തോത്രം വചനമാണ് ഈ വചനം. സ്തോത്രം. കുടിയിരിപ്പിന്റെ ശക്തികളെ ഉടക്കുന്ന കർത്താവ് ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാൽ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, കരമടിച്ച് യേശു കർത്താവ് ജീവിക്കുന്നു. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. 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 സ്തുതിക്കുന്നു ഞാൻ സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ
അറിയത്തില്ല. ദൈവം തുറന്ന വഴിയെ ദൈവം അടച്ചാലേ പറ്റും, ദൈവം അടക്കത്തില്ല. നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ടോ? ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. ആ വഴിയെ ദൈവം തരുവാനും നന്മകളാൽ നിറയ്ക്കുവാനും ദൈവം മതിയായവനാണ്. പക്ഷേ വെയിറ്റ് ചെയ്യണം. ടെൻഷൻ അടിച്ച് തകർന്ന് തരിപ്പണമാകല്ലേ. ക്രിസ്തുവിൽ മുറുകെ പിടിച്ച് ജീവിച്ചാൽ ബാക്കിയെല്ലാം ദൈവം അതത് സമയത്ത് നമുക്ക് നൽകി നിറയ്ക്കുവാൻ ഇടയെത്തീരും. സംഖ്യാപുസ്തകം 13, 14 അധ്യായം വായിക്കുമ്പോൾ ആഴമേലെ തിരുവചനങ്ങളെ വായിക്കുന്നത്. ദൈവത്തിന് സ്വന്തം അനേക ഭവനങ്ങൾക്കകത്ത് രാത്രിയും പകലും സ്വസ്ഥതയില്ല, കിടക്കാൻ പറ്റുന്നില്ല, വീട്ടിനകത്ത് വന്ന് കയറിയ സ്വസ്ഥതയില്ല. ഇങ്ങനെയുള്ള ഭവനങ്ങളുണ്ട്. വീട്ടിനകത്ത് ബുദ്ധിമുട്ട്, കുടിയിരിപ്പിൻ്റെ ശക്തികൾ, ഈ വീട് എൻ്റെതാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ചില ശക്തികൾ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഈ വീട് എൻ്റെതാണ്, ഞാൻ വിടത്തില്ല, എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണെന്ന് പറയുന്ന ശക്തിയാണ് ഈ കുടികിടപ്പ് ശക്തി എന്ന് പറയുന്ന ശക്തി. ആ ശക്തിയുള്ള വീട്ടിനകത്ത് ഒരു സ്വസ്ഥത കാണത്തില്ല. എന്നാൽ ആ ശക്തിയെ അഴിക്കുന്നൊരു ശക്തി ഇന്നിറങ്ങാൻ പോകുക. ഈ വചനം 2 അധ്യായം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ഈ വചനം ഇറങ്ങി ചെന്ന് ചില ശക്തികളെ ഉടച്ചിട്ട് അതിനകത്ത് കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്ത ഭവനമാക്കി. ഓ ജീസസ്, ആമേൻ. അന്ധാര മുഖങ്ങളെ അഴിച്ചു മാറ്റി ഭവന തലങ്ങൾക്കകത്ത് ഞാൻ നിന്നെ താമസിക്കാൻ വിടുകയില്ലെന്ന് പറയുന്ന ചില ശക്തികളെ ഇന്ന് പകൽക്കാലം ആലയത്തിനകത്തുനിന്ന് സ്വർഗം ഉടച്ചു മാറ്റുക മാത്രമല്ല, കുടുംബത്തിനകത്തുനിന്ന് ഉടച്ചു മാറ്റുക മാത്രമല്ല, ഇന്നത്തെ പകൽക്കാലം വചനത്തിലൂടെ ഒരു സ്വാതന്ത്ര്യം തരാൻ പോകുകയാ. ഹല്ലേലൂയ. ചില വ്യക്തികൾക്ക് വീട്ടിനകത്ത് താമസിക്കാൻ പറ്റത്തില്ല, അസ്വസ്ഥത വന്ന് ഇറങ്ങി ഓടണം തോന്നുന്നു. ചിലർക്ക് പറയും നമുക്ക് ഇവിടെ നിന്ന് വിറ്റിട്ട് പോകാം, ഈ വീട് സ്വസ്ഥതയില്ല, ഈ വീട്ടിൽ സമാധാനമില്ല, ഇവിടെ നിന്ന് വിറ്റിട്ട് പോകാം. നമ്മളല്ല പോകേണ്ടത്, പിന്നെ ആരാ? പോകേണ്ടവൻ പോകണം. ഓ പറ, നമ്മളല്ല പോകേണ്ടത്, പോകേണ്ടവൻ പോയാൽ വീട് ഫ്രീ. പറഞ്ഞേ, ഞാനല്ല പോകേണ്ടത്, പോകേണ്ടവൻ ഇറങ്ങിപ്പോകണം. പറഞ്ഞേ, പോകേണ്ടവൻ, എൻ്റെ വീട്ടിനകത്തുനിന്ന് പോകേണ്ടവൻ ഇറങ്ങിപ്പോയാൽ. പറഞ്ഞ ആരൊക്കെ പറയും? ഞാനല്ല ഇറങ്ങിപ്പോകേണ്ടത്, ഇതെൻ്റെ വീടാണ്, പോകേണ്ടവൻ പോയി കഴിഞ്ഞാൽ മതി. ആമേ, എൻ്റെ കർത്താവ് എൻ്റെ വീട്ടിനകത്ത് ഇരുന്നാൽ മതി, പോകേണ്ടവൻ പോകണം. ഇന്ന് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അറിയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഭവന തലങ്ങൾക്കകത്ത് സ്വർഗത്തിലെ തീ ഇറങ്ങി, ദൂത സൈന്യം ഇറങ്ങി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൂത സൈന്യം നിങ്ങളുടെ ഭവന തലങ്ങൾക്കകത്ത് ഇറങ്ങി. ആമേ, ദൂതന്മാരുടെ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി നിങ്ങളുടെ ഭവന തലങ്ങൾക്കകത്ത് ഈ വ്യാപരിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളെ സ്വർഗം ഉടയ്ക്കുകയാണ്. എന്നും രോഗം, എന്നും പ്രശ്നം, എന്നും പ്രതിസന്ധി, ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒന്നിനെ പിടിക്കുമ്പോൾ അടുത്തത് പോകും. വീട്ടിനകത്ത് ഒരു സ്വസ്ഥതയില്ലാതെ, ഭവന തലങ്ങൾക്കകത്ത് ഒരു ആശ്വാസമില്ലാതെ, അധ്വാനിക്കുന്നുണ്ട്, ഒരു നന്മയും നിൽക്കുന്നില്ല, എല്ലാ നിലവാരത്തിലും ഒതുക്കുന്ന ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ വചനം ഇറങ്ങി ചെന്ന് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഭവന തലങ്ങൾക്കകത്ത് സ്വർഗത്തിലെ തീ ഇറങ്ങുന്നു. കുടുംബ തലങ്ങൾക്കകത്തൊരു വിടുതലിറങ്ങുന്നു. കുടുംബ തലങ്ങൾക്കകത്തൊരു വിടുതലിറങ്ങുന്നു. ദുഷ്ടന്റെ തീയമ്പുകളെല്ലാം ഉടഞ്ഞു മാറുന്നു. കുടുംബ തലങ്ങൾക്കകത്തൊരു വിടുതലിറങ്ങുന്നു. അത്ഭുതങ്ങൾ, അതിശയങ്ങളും ഭവന തലങ്ങൾക്കകത്തിറങ്ങുന്നു. വർഷകാലം കൊണ്ട് ജീവിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ ഏതൊക്കെ ഭാഗത്ത് നിങ്ങളെ ഒതുക്കിയ ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഒന്ന് മാറി ക്ഷീണമിട്ട്, ഒന്ന് മാറി സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, എല്ലാ നിലവാരത്തിലും തകർത്തൊതുക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും കുടുംബത്തിനകത്ത് ഒരു മാറ്റവുമില്ലാതെ കുടുംബ തലങ്ങളെ ഒതുക്കുന്ന ചില ഇരുട്ടിന്റെ കുടിയിരിപ്പിന്റെ ഭവനത്തിനകത്ത് വാഴാൻ തുടങ്ങുന്നു. പറഞ്ഞ്, എന്റെ ഭവനത്തിനകത്ത് യേശു ക്രിസ്തു രാജാവായി വാഴാൻ തുടങ്ങുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ 13 നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആരും ഉറങ്ങിയിരിക്കല്ലേ, വചനം കേട്ട് ശ്രദ്ധിച്ചേ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിനെ ആളുകളെ അയക്കാം. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അങ്ങനെ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെ ഇസ്രായേൽ മക്കളിൽ തലവന്മാർ ആയിരുന്നു. അവരുടെ പേർ ആവിത്: രൂബൻ ഗോത്രത്തിൽ സക്കൂറിന്റെ മകൻ ശമ്മൂവ, ഷെമയോൻ ഗോത്രത്തിൽ ഹോരിയുടെ മകൻ ഷാഫാത്ത്, യഹൂദ ഗോത്രത്തിൽ യഹുന്നയുടെ മകൻ കാലേബ്, ഇസാഖർ ഗോത്രത്തിൽ യോസേഫിന്റെ മകൻ ഈഗാൽ, എഫ്രൈം ഗോത്രത്തിൽ നൂന്റെ മകൻ ഹോഷേയ, ബെന്യാമീൻ ഗോത്രത്തിൽ രാഹുവിന്റെ മകൻ പൽദി, സെബൂൽ ഗോത്രത്തിൽ സോദയുടെ മകൻ ഗദിയേൽ, യോസേഫിന്റെ ഗോത്രമായ മനശ്ശെ ഗോത്രത്തിൽ സുസിയുടെ മകൻ ഗദി, ദാൻ ഗോത്രത്തിൽ ഗെമല്ലിയുടെ മകൻ അമ്മീയേൽ, ആശർ ഗോത്രത്തിൽ മിഗായേലിന്റെ മകൻ സെദൂർ, നഫ്താലി ഗോത്രത്തിൽ ഉക്തിയുടെ മകൻ നഖ്ബി, ഗാദ് ഗോത്രത്തിൽ മാഗിയുടെ മകൻ ഗയൂവേൽ. ദേശം നോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേർ ഇവ തന്നെ. അപ്പൊ ഇത്രയും പേരെ എന്ത് ചെയ്തു? മോശ അയക്കുകയാണ്. അടുത്തവൻ. എന്നാൽ മോശ നൂന്റെ മകനായ ഹോശയ്ക്ക് യോശുവ എന്ന് പേരിട്ടു.
മോശ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ അവരെ അയച്ച് അവരോട്, നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏത് വിധമുള്ളത് അതിൽ കൂടി. മലയിൽ കയറി നിന്ന് നോക്കണം. എങ്ങനെ? ദേശം ഏത് വിധം ഉള്ളത് ശ്രദ്ധിച്ചിരിക്കണം. മലയിൽ കയറി നിന്ന് നോക്കണം. മലയിൽ കയറി നിന്ന് നോക്കണം ദേശം എങ്ങനെയുള്ളത്. അടുത്ത് ഏത് വിധമുള്ളത്, ഏത് വിധമുള്ളത് അതിൽ കൂടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ ചുരുക്കമോ. ഒന്ന്, ബലവാന്മാരോ നോക്കണം. രണ്ട്, ഒന്നുകൂടെ വായിച്ച്. ബലവാന്മാരോ ബലഹീനരോ. രണ്ട്, ബലഹീനരോ എന്ന് നോക്കണം. അടുത്ത് ചുരുക്കമോ അധികമോ. ഒരുപാട് ആൾക്കാരുണ്ടോ കുറച്ചേ ഉള്ളൂ എന്ന് നോക്കണം. 4 കാര്യം നോക്കണം. അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടി ഇല്ലാത്തതോ, അതിൽ വൃക്ഷം ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിവീൻ. കണ്ടോ, ഇത്രയും നോക്കി അറിയാൻ മോശ പറഞ്ഞു കൊടുത്തു. അടുത്തവര് നിങ്ങൾ ധൈര്യപ്പെട്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടണം. ഇതാര് പറഞ്ഞ വാക്ക് കേട്ടാണ് മോശ ദൈവജനത്തോട് പറയുന്നത്? ദൈവം പറയുന്ന വാക്ക്. ഇന്ന് ഇതിനകത്തും ദൈവമാണ് നമ്മളോട് പറയുന്നത്, നീ ധൈര്യപ്പെട്ടോ. നിന്റെ ഭവന തലങ്ങൾക്കകത്തുള്ള ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങള് സ്വർഗം ഇന്ന് തകർക്കാൻ പോകയാ. നീ ധൈര്യപ്പെട്ടോ. ജീസസ്, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ധൈര്യപ്പെട്ടോ, 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 നീ ധൈര്യപ്പെട്ടോ. ഉറക്കത്തിന്റെ കെട്ടുകൾ തകരട്ടെ. വചനം കേൾക്കാൻ സമ്മതിക്കാതെ കാലമായിരുന്നു. അടുത്ത് അങ്ങനെ അവർ കയറിപ്പോയി. സീൻ മരുഭൂമി മുതൽ ഹമാത്തിന് പോകുന്ന വഴിയായി രാഹു വരെ ദേശത്തെ ശോധന ചെയ്തു. ഇത് പറഞ്ഞു വിട്ടതാരാണ്? സർവശക്തനാകുന്ന ദൈവം പറഞ്ഞു വിട്ടത് എങ്ങനെയാണ്? ഓ സ്തോത്രം, ഹല്ലേലൂയ. കണ്ടോ, 13:2. 13-ന്റെ 2-ാം വാക്യം, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുക്കാണ്ടിരിക്കുന്ന കനാൻ ദേശം. ഏത്? ഇസ്രായേൽ മക്കൾക്ക് ആര് കൊടുക്കാണ്ടിരിക്കുന്ന? നിങ്ങൾക്ക് താമസിക്കുന്ന വീട് തന്നത് ആരാ? എന്റെ ദൈവം തന്നതാണ്. എന്റെ ദൈവം തന്നതാണ്. പറ, ഞാൻ പാർക്കുന്ന ഭവനം, ഞാൻ പാർക്കുന്ന വസ്തു എനിക്ക് എന്റെ ദൈവം തന്നതാണ്. ഇതിനകത്ത് ദൈവമാണ് തന്നതെങ്കിൽ ഇതിനകത്ത് വസിക്കേണ്ടത് ദൈവമാണ്. പറ, ദൈവമാണ് തന്നതെങ്കിൽ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കുന്നു. പറഞ്ഞേ, ദൈവമാണ് തന്നതെങ്കിൽ അതിൽ വസിക്കേണ്ടത് ദൈവമാണ്. പറഞ്ഞേ, ദൈവമാണ് എനിക്ക് തന്നതെങ്കിൽ എനിക്ക് പാർക്കാൻ തന്ന ഭവനം അത് വിൽക്കാനല്ല, അത് സ്വത്രം ഞാൻ എറിഞ്ഞിട്ട് പോകാനല്ല, എനിക്ക് സ്വസ്ഥതയോടെ പാർക്കാനാണ് ദൈവം തന്നത്. ഈ ഭൂമി തന്നത് ദൈവമാണ്. ഇതെന്റെ ദൈവം തന്നതെങ്കിൽ ബാക്കി നോക്കുന്ന കാര്യം ദൈവത്തിൻ്റെതാണ്. ദുഷ്ട നീ അല്ല ഇരിക്കേണ്ടത്, എന്റെ ദൈവം അതിനകത്ത് ഇരിക്കും. പറഞ്ഞേ, എന്റെ ദൈവം അതിനകത്ത് പാർക്കും. പറഞ്ഞേ, എന്റെ ദൈവം. ആര് പറഞ്ഞിട്ടാ പോകുന്നേ? പറഞ്ഞേ, ആര് പറഞ്ഞിട്ട്? ഇന്ന് ഇതിനകത്ത് ആരാധന കഴിയും നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ഭവനത്തിൽ കാൽ ചവിട്ടുമ്പോൾ വിടുതൽ നടക്കാൻ പോകുന്നത്? കർത്താവ്. പറഞ്ഞേ, നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം അത്രേ. പറഞ്ഞു, ഞാൻ ഈ ആരാധന കഴിഞ്ഞ് വിടുതലോടെ ഭവനത്തിൽ കാൽ ചവിട്ടുമ്പോൾ അതിനകത്തുള്ള സകല ഇരുട്ടുകൾ മാറിയിരിക്കും. അതിനകത്ത് പിന്നെ ഒന്നും കാണത്തില്ല. ഒന്നുപോലും കഴിഞ്ഞ നാളുകളുടെ ഒതുക്കുന്ന ഒരു ഇരുട്ടും കാണത്തില്ല. ഞാനിത് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. പറഞ്ഞേ, ഞാനിത് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു, ഞാനിത് വിടുതൽ പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ പറഞ്ഞയച്ചതാരാ? ദൈവം. എന്തോന്നാ പറഞ്ഞയച്ചേ? കണ്ടോ, നിങ്ങൾ മറക്കരുത്. 13-ന്റെ 2-ാം വാക്യം, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്നു. ആര്? ഞാനിന് വിലയുണ്ട്. ഞാനിന് വിലയുണ്ട്. ആർക്കും ഞാൻ എന്തോ ആണെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാത്തിന്റെ ഉറവിടമാകുന്ന ക്രിസ്തു പറയും, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചിരിക്കുന്നെന്ന് നീ പറയണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നീ ധൈര്യത്തോടെ പറ, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്നുള്ളവൻ എനിക്ക് തന്ന ഭവനമാണിത്, എനിക്ക് പാർക്കാൻ. പക്ഷെ ഇതിനകത്ത് വസിക്കുന്ന ദൈവമാണ്. ഇതിനകത്ത് സമാധാനത്തെ കെടുത്തുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങള് ഇന്നത്തെ പകൽക്കാലം ദൈവം തച്ചുടയ്ക്കുന്നു. മുഖത്തോട് മുഖം നോക്കുമ്പോൾ അടി കൂടിക്കുന്ന, മുഖത്തോട് മുഖം നോക്കുമ്പോൾ സ്വസ്ഥതയില്ലാത്ത വഴക്ക് കൂടിക്കുന്ന, പ്രാർത്ഥന ജീവിതത്തെ നശിപ്പിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടയ്ക്കുവാൻ എന്റെ യേശു എന്റെ വീട്ടിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ധൈര്യത്തോടെ പറഞ്ഞേ, ഒന്ന് മാറി എന്നെ പ്രതികൂലപ്പെട്ട് തകർക്കുന്ന സകല ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടക്കുന്ന സ്വർഗം ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദേശം കൊടുത്തതാരാ? പറഞ്ഞേ, ദേശം കൊടുത്തതാരാ? ആ വാക്യത്തിൽ എന്നെ തൊട്ടതാ വരി എന്തെന്നാ? ഇസ്രായേൽ മക്കൾ ഞാൻ കൊടുപ്പാണ്ടിരിക്കുന്ന കനാൻ ദേശം ഞാൻ കൊടുപ്പാണ്ടിരിക്കുന്ന ആരാ? ഞാൻ എൻ്റെ ദൈവം തരാം. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ തരുന്നത് ദൈവമാണെങ്കിൽ, നിർത്തുന്ന ദൈവമാണെങ്കിൽ, പുറത്തെടുക്കുന്ന ദൈവമാണെങ്കിൽ, വിളിച്ചത് ദൈവമാണെങ്കിൽ, ആമേൻ, ആമേൻ. ആ വിളിക്ക് വ്യത്യാസമുണ്ട്. ലോകമല്ല, ദേശമല്ല, പട്ടണമല്ല, അയൽക്കാരല്ല, നാട്ടുകാരല്ല, പിന്നെയോ വിളിക്കുന്ന ദൈവമാണ്, തരുന്ന ദൈവമാണ്. അതേ ദൈവം പറഞ്ഞയച്ചു അല്ലേ? ജനത്തെ പറഞ്ഞയച്ചു. അടുത്ത വാക്യം വായിച്ചേ, നേരത്തെ വായിച്ചതിന്റെ വാക്യം. അവർ തെക്കേ ദേശത്ത് കൂടി ചെന്ന് ഹെബ്രോനിലെത്തി. അവരെല്ലാരും കൂടെ എവിടെ? തെക്കേ ദേശത്ത് കർത്താവ് പറഞ്ഞതുപോലെ ചെന്ന് ഹെബ്രോനിലെത്തി. അടുത്ത വരി,
അവിടെ അനാക്കിന്റെ പുത്രന്മാരായ നോക്കിക്കേ, അവിടെ ചെന്നതും എന്ത് കണ്ടു? അനാക്കിന്റെ ദേശം ആരുടേതാ? ദൈവജനം പാർക്കേണ്ടത്. പക്ഷേ അതിനകത്ത് ദൈവമാണെങ്കിൽ, തരുന്ന ദൈവമാണെങ്കിൽ, നിർത്തുന്ന ദൈവമാണെങ്കിൽ, പുറത്തെടുക്കുന്ന ദൈവമാണെങ്കിൽ, വിളിച്ചത് ദൈവമാണെങ്കിൽ, അമ്മേ അമ്മേ, ആ വിളിക്ക് വ്യത്യാസമുണ്ട്. ലോകമല്ല, ദേശമല്ല, പട്ടണമല്ല, അയൽക്കാരല്ല, നാട്ടുകാരല്ല, പിന്നെയോ വിളിക്കുന്ന ദൈവമാണ്, തരുന്ന ദൈവമാണ്. അതേ ദൈവം പറഞ്ഞയച്ചു അല്ലേ? ജനത്തെ പറഞ്ഞയച്ചു. അടുത്ത വാക്യം വായിച്ചേ, നേരത്തെ വായിച്ചതിന്റെ വാക്യം. അവർ തെക്കേ ദേശത്ത് കൂടി ചെന്ന് ഹെബ്രോനിലെത്തി. ഇപ്പൊ എത്തി. അവരെല്ലാരും കൂടെ എവിടെ? തെക്കേ ദേശത്ത് കർത്താവ് പറഞ്ഞതുപോലെ ചെന്ന് ഹെബ്രോനിലെത്തി. അടുത്ത വരി. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ, അവിടെ ചെന്നതും എന്ത് കണ്ടു? അനാക്കിന്റെ ദേശം ആരുടേതാ? ദൈവജനം പാർക്കേണ്ടത്. പക്ഷേ അതിനകത്ത് ആരുണ്ട്? ശിഖ എന്നെ ശ്രദ്ധിക്കുക. ആരുണ്ട്? അനാക്കിന്റെ മല്ലന്മാർ. ആരുണ്ട് അതിനകത്ത്? അനാക്കിന്റെ മല്ലന്മാർ. അമ്മേ, ദേശം ആര് തന്നതാ? ദൈവം തന്നതാണ്. പക്ഷെ അതിനകത്ത് ആരുണ്ട്? ഇന്ന് അവന്റെ അവസാനമാ. അനാക്ക് മല്ലന്റെ ജീസസ്. ആ ദേശത്തിനകത്ത് കുടിയിരിക്കുന്ന ചില കുടിയിരിപ്പിന്റെ ശക്തികൾ ഇന്നത്തെ പകൽക്കാലം തകരുന്നു. യേശുവിൻ നാമത്തിൽ, 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 യേശുവിൻ നാമത്തിൽ ഭവന തലങ്ങളെ വിട്ട്, കുടുംബങ്ങളെ വിട്ട്, വ്യക്തികളെ വിട്ട് യേശുവിന്റെ നാമത്തിൽ നീങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ഇനി ഇരിക്കാൻ പറ്റത്തില്ല. ശരീരങ്ങളിൽ, ഭവന തലങ്ങൾക്കകത്ത് വ്യക്തികളുടെ മേൽ നിനക്ക് ഇരിക്കാൻ കഴിയത്തില്ല. അവകാശം പറഞ്ഞ ഒരു രീതിയിലും ഒരിടത്തു നിന്ന് നിനക്ക് കയറിയിരുന്ന് ആമേൻ കളിക്കേണ്ട സ്ഥലമല്ല ഈ വീട്. എന്റെ ദൈവം നൽകിയതാണ് താമസിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ഭയങ്കര ആശ്വാസമല്ലേ? ഉടക്കാണ് ആശ്വാസമാണോ? ക്രിസ്തു വസിക്കുന്ന വീടാണെങ്കിൽ എന്തോന്നാ ഇതുപോലൊരു ആശ്വാസം ഇല്ല. അവരവരുടെ ഭവനത്തിൽ വരുമ്പോഴാണ് ഒരാശ്വാസം. പക്ഷേ ചിലർക്ക് അവരവരുടെ ഭവനത്തിൽ വരുമ്പോൾ സ്വസ്ഥതയില്ല. എന്താ കാര്യം? അവനെ ഇന്ന് ഓട്ടിക്കണം, അവനെ ഇന്ന് തകർക്കണം, അവനെ ഇന്ന് തച്ചുടച്ചിട്ട് ഇന്ന് ആരാധന വിട്ട് പോകാവും. ദേശം ദൈവം തന്നതാ. സ്തോത്രം. ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നോക്കുന്ന കാര്യം ദൈവം നോക്കിക്കൊള്ളും. അവിടെ ചെന്നപ്പോൾ ആരെ കണ്ടു? അനാക്യ മല്ലന്മാരെ കണ്ടു. അടുത്ത വാക്യം വായിച്ചേ. അനാക്കിന്റെ പുത്രന്മാരായ അഹീമാനും ശേഷായും തൽമായും ഉണ്ടായിരുന്നു. കണ്ടോ? 3 എണ്ണത്തിനെ കണ്ടു. അടുത്ത വരി. ഹെബ്രോൻ മിസ്രൈമിലെ സോവാറിനെ 7 സംവത്സരം മുമ്പേ പണിതതായിരുന്നു. അടുത്ത വരി. അവർ എസ്കോട്ട് താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ, ഇവരെല്ലാം കണ്ടു. എന്നിട്ട് പറഞ്ഞില്ലേ ഫലം കൊണ്ടുവരാൻ പറഞ്ഞു. അതുകൊണ്ട് ഫലം എടുക്കുകയാണ്. മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോന്നു. ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത മുന്തിരിക്കുല നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൽ താഴ്വര എന്ന് പേരായി. അവർ 40 ദിവസം കൊണ്ട് ദേശം ഉറ്റുനോക്കി കഴിഞ്ഞ് മടങ്ങി വന്നു. ദേശം ഉറ്റുനോക്കി എത്ര ദിവസം കൊണ്ട് കഴിഞ്ഞ് മടങ്ങി വന്നു? കണ്ടതെല്ലാം കണ്ടല്ലോ. കൊണ്ടുവന്ന സാധനം നിങ്ങൾക്ക് അറിയാലോ. കണ്ടല്ലോ. അവിടെ എന്തുണ്ട്? അനാക്കിയ മല്ലന്മാരുടെ പുത്രന്മാർ 3 പേരുണ്ടല്ലേ? 3 പേര് പറയുന്നുണ്ടല്ലേ? അടുത്തവര് വായിച്ചേ. അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയുടെയും അടുക്കൽ വന്ന് അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവനോട് വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. നീ ഞങ്ങൾ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. സ്ഥലമൊക്കെ പാലും തേനും ഒഴുകുന്ന സ്ഥലം തന്നെ. അടുത്ത് അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ, ഫലമൊക്കെ ഉണ്ട്, എല്ലാ കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ദേശത്തിൽ പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും, 2 പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയാകുന്നു. അടുത്ത് ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. പറയുകയാണ്, ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അടുത്ത വരി. അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യെബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീരത്തും പാർക്കുന്നു. എല്ലാം വ്യക്തമായിട്ട് കണ്ടു. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്ന് അത് കൈവശമാക്കുക. കണ്ടോ? അത് കൈവശമാക്കുക. അടുത്ത വരി. അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഇവന്മാര് വന്ന് പേടിപ്പിച്ച് ഭയപ്പെടുത്തി ആൾക്കാരെ നടുക്കുമ്പോൾ പറയുകയാണ്, ചിലർ പറയുന്നതായിട്ട് ഭവനത്തിനകത്ത് ഇതിനകത്ത് താമസിക്കാൻ പറ്റത്തില്ല, ഇതിനകത്ത് സ്വസ്ഥതയില്ല, ഇതിനകത്ത് സമാധാനമില്ല, ഇതൊന്ന് വിറ്റെറിഞ്ഞിട്ട് പോയാൽ മതി, ഇതിനകത്ത് ജീവിക്കാൻ കഴിയുന്നില്ല, ഒന്ന് ആത്മഹത്യ ചെയ്താൽ മതി, ജീവിതം തകർന്നു, ഇതിനകത്ത് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്, ഈ ഭൂമിയിൽ താമസിക്കാൻ പറ്റത്തില്ല, ഈ ഭൂമിയിൽ ആൾ വാഴത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പ്രതിസന്ധി പറയത്തില്ലേ. എന്നാൽ സ്വർഗം പറയുന്നു, ആ ദൈവമാണ് നിനക്ക് തന്നതെങ്കിൽ ആ ഭൂമിയിൽ ഭരിക്കുന്ന ശക്തികളെ, ആ ഭവന തലങ്ങൾക്കകത്ത് ഭരിക്കുന്ന സകല ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് പകൽക്കാലം
പകൽക്കാലം കുടുംബങ്ങളെ വിട്ട്, വ്യക്തികളെ വിട്ട് ഇന്ന് പകൽക്കാലം തകർക്കുന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്. ജനം എന്തോ വലുതെന്ന് പറയുമ്പോൾ ദൈവഭക്തൻ അടിച്ച് അമർത്തി അത് ജയിപ്പാൻ നമുക്ക് കഴിയും. നാം ചെന്ന് അത് കൈവശം ആക്കുക. ഇന്ന് ഈ ആരാധന വിട്ട് ശക്തി പ്രാപിച്ചു പോയി എന്ത് ചെയ്യണം? കാല് ചവിട്ടി കൈവശം ആക്കിക്കൊള്ളണം. കുഞ്ഞാടിന് രക്തം തളിക്കപ്പെട്ട മക്കൾ ഭവന തലങ്ങൾക്കകത്ത് കാല് ചവിട്ടുമ്പോ നമ്മെ കുടിയിരിപ്പിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരും. പറഞ്ഞേ ദൈവത്തിന് സ്തോത്രം. ഇതിപ്പോ ഇവിടെ പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞത് പോണ വഴിക്ക് വരുന്ന എല്ലാ വീടുകളിൽ ചെന്ന് കുടിയിരിപ്പിന്റെ ശക്തി പോട്ടെന്ന് കയറാനല്ല ഞാൻ പറഞ്ഞത്. ഒടുക്ക അടികൾ വാങ്ങി പിടിച്ച് വേലി കിടക്കുന്ന പാമ്പിനെ തോളിലിട്ടുകൊണ്ട് ഇവിടെ വരല്ലേ. ഇവിടെ അതിനൊന്നിനും മറുപടിയില്ല. ആവശ്യമില്ലാത്തതിനൊന്നും പോവരുത്. നമ്മളെ നോക്ക്, എന്നെ നോക്ക്. എന്നിലുള്ളതിന് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങടാന്ന് പറ. ജീസസ്, എന്റെ വീട്ടിനകത്ത് നിനക്ക് കാര്യമില്ല, ഇറങ്ങടാന്ന് പറ. ആമേൻ. നിന്റെ തലമുറയിൽ നോക്കി പറ, ഇറങ്ങടാ വെളിയിലെന്ന് പറ. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദേശത്തിലൊക്കെ ഇറങ്ങടാന്നൊക്കെ പറയാനുള്ള അധികാരം ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ഇതിനൊന്നും നിങ്ങളോട് പറയത്തില്ല. പിന്നെ അടി വാങ്ങിച്ച് പിടിച്ച് സ്വസ്ഥതയില്ലാതെ, സമാധാനം ഇല്ലാതെ, പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, തലയ്ക്കകത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ശരീരത്തിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു രീതിയിൽ പിന്നത്തെ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ആവശ്യമില്ലാതെ ഒന്നും എന്ത് ചെയ്യില്ലേ. ഞാൻ ഈ പറയുന്ന വചനം നമ്മളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ചെയ്തോ. ആമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട പൈതലാണ്. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട കാലുകൊണ്ട് ഞാൻ ചവിട്ടുമ്പോൾ എന്റെ വീട്ടിനകത്തുള്ള, എന്റെ മേലുള്ള ആമേ കുട്ടിയിരിപ്പിന്റെ ശക്തികളെ സ്വർഗം മുടക്കി വന്ന് പറയുമ്പോൾ അമ്മേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അമ്മേ, ദൈവം ഉറങ്ങി അവിടെ അത്ഭുതം ചെയ്യും. തീ കത്തും. അതിന്റെ അടിത്തറ കുലുങ്ങും. ഇന്നിവിടെ ആരാധന വിട്ട് മടങ്ങി പോകുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം മടങ്ങി പോകാം. മടങ്ങി ചെന്ന് അവരവരുടെ ഭവനത്തിൽ കാൽ ചവിട്ടുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ വിശ്വാസത്തോടെയാണ് ചവിട്ടുന്നതെങ്കിൽ, ആമേൻ, ഈ വചനം ഏറ്റെടുത്ത് പോയാണ് ചവിട്ടുന്നതെങ്കിൽ, കഴിഞ്ഞ നാളുകളായി നിന്നെ ഒതുക്കുന്ന ചില ശക്തികളെ ഇന്നത്തെ പകൽക്കാലം അത് ഉടക്കപ്പെടും. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ. കരമടിച്ച് ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി, ശത്രുഗണം ഒന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലിനിമേൽ, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലിനിമേൽ. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം പഠിക്കേ. ചില വ്യക്തികൾ വിടുവിക്കപ്പെടുകയാണ്. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്, 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 രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുരാജ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുരാജ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലാ, തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലായി നായകനായുള്ളതിന ജയം ജയം നിശ്ചയം, നായകനായി പ്രാപിക്കുന്നു ജയം ജയം നിശ്ചയം, നായകനായുള്ളതിന ജയം ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ എപ്പോഴും. യേശുരാജ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുരാജ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും, ജയം ജയം ശക്തിയോടെ പഠിക്കുക. ജയം ജയം എപ്പോഴും, യേശുരാജ നാമത്തിനു ജയം ജയം
എപ്പോഴും യേശു രാജനാമത്തിനു ജയം ജയം എപ്പോഴും ശത്രുഗണമൊന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി ശത്രുഗണമൊന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ല ഇനിമേൽ വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ല ഇനിമേൽ രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു കാഹളങ്ങൾ ഊതിടുമ്പോൾ തീരട്ടെ സ്വർഗീയ ശക്തി ഇറങ്ങും സ്വർഗീയ ശക്തി കുടുംബങ്ങൾ വിടുവിക്കപ്പെടും ജയം ജയം ഹല്ലേലൂയ കൃപ എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിനു ജയം ജയം പ്രതിസന്ധി നീങ്ങുന്നു യേശുരാജൻ നാമത്തിനു ജയം ജയം വെല്ലുവിളികൾ ഉടയുന്നു ഓ ജീസസ് 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 ഹല്ലേലൂയ 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 ജീസസ് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട കാലുകൾ ഇന്ന് ഭവനങ്ങൾക്ക് ചവിട്ടുമ്പോൾ ഇന്ന് രക്തം ഈ പള്ളിക്കകത്ത് എല്ലാവരുടെ മേൽ ഒഴുകുകയാണ് ഏത് രക്തം യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം എല്ലാവരുടെ തല മുതൽ പാദം വരെ ഒഴുകുകയാണ് ഈ രക്തത്തിന്റെ കാലുകളുമായി നിങ്ങളുടെ ഭവന തലങ്ങൾക്കകത്ത് വിശ്വസിക്കുന്നുണ്ടോ പറ എന്റെ മേൽ യേശുവിന്റെ രക്തമുണ്ട് പറഞ്ഞ എന്റെ കാലുകളുടെ മേൽ എന്റെ ശരീരത്തിന്റെ മേൽ യേശുവിന്റെ രക്തമുണ്ട് ഈ രക്തമായ ശരീരവുമായി എന്റെ കാലുമായി ഞാൻ എന്റെ ഭവനത്തിൽ കാൽ ചവിട്ടുമ്പോൾ പറഞ്ഞേ 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 ആമേൻ ആമേൻ കെട്ടുകൾ പൊട്ടും ബന്ധനങ്ങൾ അഴിയും ഇരുട്ടുകൾ നീങ്ങും ശത്രുമണ്ഡലം അഴിയും അതിന് നിൽക്കാൻ പറ്റത്തില്ല നിൽക്കാൻ അധ്യക്ഷ പറ നിൽക്കാൻ പറ്റത്തില്ല യേശുവിൻ നാമത്തിൽ പറ 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 നീ രക്തം കൊണ്ട് കാലുകൾ ആമേൻ ക്രിസ്തുവിന്റെ രക്തത്താൽ ചവിട്ടുമ്പോൾ നിന്റെ ഭവന തലങ്ങൾക്കകത്തുള്ള സകല കുടിയിരിപ്പിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ കതറ 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 ദൈവശക്തി 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 നിന്റെ ഭവനത്തിന്റെ തലകൾക്കകത്ത് വ്യത്യസ്തമായ നിലവാരത്തിൽ ഞാൻ വിടുകയില്ല അവകാശം പറഞ്ഞ ചില ശക്തികൾ നീ രക്തത്താൽ മുദ്രയിടപ്പെട്ട കാലുകളുമായി ചവിട്ടുമ്പോൾ അതെ 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 നീ വിശ്വാസത്തോടെ പോകണം ഇന്ന് ആ വീട്ടിൽ ചവിട്ടണം നീ മുറ്റത്ത് ചവിട്ടുമ്പോൾ ആ ഗേറ്റ് തുറക്കും മുമ്പേ ആ റോഡിൽ ചവിട്ടുമ്പോൾ നിന്റെ ഭവന തലങ്ങൾക്കകത്തുള്ള എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളും ഉടനെ മാറിയിരിക്കും അഗ്രി അഗ്രി ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി ആ രക്തം നിന്റെ കാലുകളിലേക്ക് തല മുതൽ പാദം വരെ യേശുക്രിസ്തുവിന്റെ രക്തം യേശുക്രിസ്തുവിന്റെ രക്തം യേശുക്രിസ്തുവിന്റെ രക്തമുള്ള പൈതലിനെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല ആ രക്തക്കാലുകളുമായി ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് കാൽ ചവിട്ടുമ്പോൾ ഭവനത്തിനകത്തിരിക്കുന്ന കുടിയിരിപ്പിന്റെ വ്യാപാരങ്ങൾ ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കയില്ല ഈ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല ഈ വീട്ടിൽ വരുന്ന സമ്പത്തിന്റെ ഇരട്ടി കടക്കാരാക്കി മാറ്റും ഈ വീട്ടിൽ വരും സ്വസ്ഥതയും സമാധാനം കാണത്തില്ല ഈ വീട്ടിനകത്ത് കിടക്കുമ്പോൾ ഒരു സ്വസ്ഥതയില്ലാതെ ഇതിനകത്ത് മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഒരു സ്വസ്ഥതയില്ലാതെ ഭവന തലങ്ങൾക്കകത്ത് ആശ്വാസമില്ലാതെ എപ്പോഴും 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 തകർക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട കാലുകൾ ഭവനത്തിനകത്ത് ചവിട്ടുമ്പോൾ ആമേൻ 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 ഭവനങ്ങൾ ഫ്രീ ആകാൻ പോകുന്നു ഭവനങ്ങൾ ഫ്രീ ആകാൻ പോകുന്നു ഹല്ലേലൂയ 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 ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട കാലിന് ഭയങ്കര ശക്തിയുണ്ട് കാരണം അത് യേശുവിന്റെ രക്തമാ യേശുവിന്റെ രക്തമാ യേശുവിന്റെ രക്തത്തിന്റെ മുമ്പിൽ ശത്രു അലറി അവനെ ചതച്ചരച്ച് ക്രൂശിൽ പരസ്യ കാഴ്ചയാക്കി വാഴ്ചകളെ അധികാരങ്ങളെ ആയുധ വർഗം വെപ്പിച്ച യേശു ഇന്ന് പകൽക്കാലം ആ രക്തം ഇന്ന് ആരുടെ മേലൊക്കെ ഒഴുകുമോ ആ രക്തത്തിന് ഇന്ന് ശക്തിയുണ്ട് ആ രക്തം പുരണ്ട കാലുകൾ ഇന്ന് ചവിട്ടുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒതുക്കുന്ന എല്ലാ ഇരുട്ടുകളും ഇന്ന് ഭവനങ്ങളെ വിട്ട് അഴിയാൻ പോകുകയാ ഹല്ലേലൂയ ഹല്ലേലൂയ ദേശത്തിന്റെ ശക്തിയെ നമ്മൾ ശാസിക്കാതെ അവൻ പൊയ്ക്കൊള്ളും നീ പ്രാർത്ഥിക്കുന്ന പൈതലാണെങ്കിൽ ശാസിക്കേണ്ട അധികാരം കിട്ടി ശാസിര് അത്രയ്ക്കുള്ള അധികാരം ആത്മാവ് നിനക്ക് തന്ന നീ ശാസിര് അല്ലാതെ ആവശ്യമില്ലാത്ത ഒന്നിനെ തൊണ്ട നീ നടന്നു പോയാൽ മതി പ്രാർത്ഥിക്കുന്ന പൈതലാണോ ആമേൻ 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 ആമേൻ
ആമേൻ ആമേൻ. ശക്തിയെ പ്രാപിച്ചേ, ബലം പ്രാപിച്ചേ, കൃപയെ പ്രാപിച്ചേ, അധികാരം പ്രാപിച്ചേ, ദൈവശക്തിയെ പ്രാപിച്ചേ. ഓ ജീസസ് 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 ജീസസ്. ദൈവകൃപ 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 ദൈവകൃപ. ഇന്ന് പകൽക്കാലം ചിലതിനെല്ലാം കുടഞ്ഞ് ആത്മാവിന്റെ ബലത്തോടെ പുറത്തു വരുവാൻ, ഇന്ന് പകൽക്കാലം ചിലതിനെല്ലാം ഉടച്ചു കളഞ്ഞ് ആത്മാവിന്റെ ബലത്തോടെ പുറത്തു വരുവാൻ, ശക്തിയോടെ പുറത്തു വരുവാൻ, അഭിഷേകത്തോടെ പുറത്തു വരുവാൻ, അധികാരത്തോടെ പുറത്തു വരുവാൻ സ്വർഗ്ഗം ഇന്ന് പകൽക്കാല കൃപയെ പകരുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അധികാരമില്ലാതെ പലയിടത്തും പോയി പിടിക്കണ്ട. നമ്മളെ വീട്ടിനകത്ത് രക്തത്താൽ മുദ്രയിടപ്പെട്ട കാര്യം എവിടെട്ടെ നമുക്ക് കുടഞ്ഞു കളയാം. യേശുവിൻ്റെ നാമത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തിനകത്ത് തകർക്കാൻ നോക്കുന്ന ഇരുട്ട് ഇറങ്ങെന്ന് പറയാ ധൈര്യത്തോടെ. പക്ഷെ നീ അയൽവക്കത്ത് പിടിക്കണ്ട, മറ്റാരെ നീ പിടിക്കല്ലേ. അങ്ങനെ പിടിക്കണമെങ്കിൽ ദൈവം നിനക്കൊരു അധികാരം തരണം. സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് ദൈവം നിനക്കൊരു അഭിഷേകം, ഒരു അധികാരം തന്നാൽ ഓക്കെ. നീ പറയണ്ട, പറയാതെ തന്നെ. ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിശ്വസ്തനായ പ്രവാചകൻ ഉണ്ടായിരുന്നു. ഇന്ന് അറിയപ്പെടുന്നത് അതുപോലൊരു പ്രവാചകൻ ഇന്ന് ഒരിടത്തും ഇല്ലെന്നാണ് പറഞ്ഞു കേട്ടത്. പുള്ളി സ്വോത്രം 10, 25, 50 കിലോമീറ്റർ അപ്പുറം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എവിടെയാണോ പോകുന്നത് ആ ദേശത്തിൽ 50 കിലോമീറ്റർ അപ്പുറത്തുള്ള ഭൂതങ്ങളെല്ലാം അലറുന്നു. വീട്ടിനകത്ത് അലർച്ച സൗണ്ട് കേൾക്കുന്നു. പുള്ളി എത്ര കിലോമീറ്റർ അപ്പുറത്തേക്കാ? പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ. ആമേൻ ആമേൻ ആമേൻ. ശക്തി പ്രാപിരെ. വേറെ ഒന്നും വേണ്ട, പ്രാർത്ഥിക്കാൻ കൃപ നമുക്ക് കിട്ടിയാൽ. ഓ ഓ ജീസസ് ജീസസ് ജീസസ്. പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകം നമുക്ക് തന്നാൽ, പ്രാർത്ഥിക്കാൻ ഒരു കൃപ കിട്ടിയാൽ, ആമേൻ ആമേൻ. ബലം പ്രാപിരെ. ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ഒരു കൃപ കിട്ടിയാൽ നീ 50 അല്ല 100 കിലോമീറ്റർ ഇക്കരെ നീ പോകാൻ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ഓ ജീസസ് ജീസസ് ജീസസ്. ആ പട്ടണത്തിൽ വാര്യപുര അപ്പച്ചൻ വരുന്നെന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ 60 കിലോമീറ്റർ കഴിഞ്ഞ് ഇന്നടുത്തത് അപ്പച്ചൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പൂത ഇളകും. ഇളകുമ്പോൾ എന്തിനാണ് ഇളകിയെന്ന് ചോദിച്ചാൽ വാര്യപുര അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന്. ഇതാണ് വിളിച്ചു പറയുന്ന ഭൂതം. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ അപ്രകാരം ഒരു അഭിഷേകം നമ്മുടെ മേൽ വരട്ടെ. പ്രാർത്ഥിക്കാൻ. ആമേൻ ആമേൻ ആമേൻ. ഓ ജീസസ് 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 ജീസസ്. ആത്മാവിൽ പ്രാർത്ഥിപ്പാ, ദൈവശക്തിയിൽ പ്രാർത്ഥിപ്പാ. ആ കൃപ, ആ കൃപ. കഴിഞ്ഞ നാളുകൾ നഷ്ടപ്പെട്ട പ്രാർത്ഥനകളെല്ലാം മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ 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 ആമേൻ. ജനം ഫ്രീ ആകുന്നു, ജനം ഫ്രീ ആകുന്നു, ജനം ഫ്രീ ആകുന്നു, ജനം ഫ്രീ ആകുന്നു യേശുവിന്റെ നാമത്തിൽ. വിടുതൽ 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 വിടുതൽ. ശരീരങ്ങൾ ഫ്രീ ആകുന്നു, മനസ്സ് ഫ്രീ ആകുന്നു, കൈകാലുകൾ ഫ്രീ ആകുന്നു, അവയവങ്ങളെ ഒതുക്കിയ ചില കെട്ടുകൾ പൊട്ടുന്നു. ആമേൻ ആമേൻ ആമേൻ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഫ്രീ ആകുന്നു, ഫ്രീ ആകുന്നു. ആത്മാവിൽ ആരാധിച്ച് വെളിയിൽ വാ. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ കുടുംബ തലങ്ങൾക്കകത്തല്ല ദേശങ്ങൾ നീ ശാസിക്കേണ്ട ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ അലറും. ജീസസ് 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 ജീസസ്. അപ്പച്ചൻ ആ വീട്ടിൽ നിന്ന് മുറ്റത്ത് ഒരുങ്ങി ഇറങ്ങും മുമ്പേ ഭൂതം അപ്പുറത്തിളകും. ഭൂതം ഇളകി അലറുമ്പോൾ നീ എന്താണ് ഇളകിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയും ഭാര്യ ഒരു അപ്പച്ചൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങി. അപ്പച്ചൻ വരുമ്പോ ഭൂതങ്ങളെല്ലാം പോയി കഴിയും. അപ്പച്ചൻ ശാസിക്കത്തില്ല, അപ്പച്ചൻ വിരട്ടത്തില്ല. ഗദരദേശത്തിന്റെ ചവിടിയപ്പോൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന തലമുറ നമ്മുടെ ആലയത്തിനകത്ത് എഴുന്നേൽക്കട്ടെ. ജീസസ് ജീസസ് ജീസസ്. പ്രാർത്ഥനയുടെ തലമുറ ഇന്ന് പ്രസംഗിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്, വചനം വായിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കുന്നവരാണ് ഇല്ലാത്തത്. പ്രാർത്ഥിക്കുന്ന തലമുറ. അഗ്നി ഇറങ്ങി കത്തട്ടെ, അഗ്നി ഇറങ്ങി കത്തട്ടെ, അഭിഷേക തീ ഇറങ്ങി കത്തട്ടെ, അഭിഷേക തീ ഇറങ്ങി കത്തട്ടെ, അഭിഷേക തീ ഇറങ്ങി കത്തട്ടെ. ഓ ജീസസ് ജീസസ്. അപ്പച്ചൻ വന്ന് കയറുമ്പോ കൂട്ടത്തോടെ ഭൂതമായി കിടക്കുകയല്ല, ഭൂതം എല്ലാം പോയി ആള് ഫ്രീ ആയി കിടക്കും. ഓഹോ, കാരണം എന്താ? പ്രാർത്ഥന മനുഷ്യനാ. ജീസസ്. പ്രാർത്ഥിക്കുന്നവനെ സാത്താൻ നല്ലവണ്ണം അറിയാം. ഭയമുള്ളവന്, അവന് ഭയമുള്ള ഒറ്റ ആൾക്കാരെ മാത്രമേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്നവന്.
ഓ ജീസസ് ജീസസ് ജീസസ്. പ്രാർത്ഥിക്കുന്നിരിക്കുന്ന എവിടെയാ? പ്രാർത്ഥന എന്താ? ദൈവവും ഞാൻ തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ദൈവത്തിന് അടുത്തിരിക്കുന്നവനാണ് പ്രാർത്ഥിക്കുന്നവൻ. കർത്താവ് വിളിച്ചപ്പോ അവന്റെ അടുക്കലിരിക്കാൻ വിളിച്ചു. ചിലരെ അവന്റെ അടുക്കലിരിക്കാൻ വിളിച്ചു. അടുക്കലിരിക്കുന്നവന് അധികാരമുണ്ട്. ജീസസ് ജീസസ്. നിന്റെ മേലൊരു അധികാരമുണ്ട്. നീ അടുത്തിരിക്കുന്ന പൈതലാണെങ്കിൽ കഴിഞ്ഞ നാളുകൾ നിനക്ക് നഷ്ടപ്പെട്ട പ്രാർത്ഥനകളല്ല യേശുവിന്റെ നാമത്തിൽ തീ 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 കത്തട്ടെ കത്തട്ടെ. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ മണിക്കൂറുകൾ 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 ആത്മാവിന്റെ നിറവിൽ ദൈവ ഭയത്തോടെ ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിനകത്ത് വലിയ വിടുതലുകൾ നടന്നു. എന്നാൽ ഇന്ന് അതൊന്നും ഇല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം മടങ്ങി വരുന്നു. സ്വർഗീയ ശക്തി, സ്വർഗീയ ശക്തി, സ്വർഗീയ ശക്തി, സ്വർഗീയ ശക്തി, സ്വർഗീയ ശക്തി, സ്വർഗീയ ശക്തി. ആ ശക്തി പ്രാപിച്ചോ, ബലം പ്രാപിച്ചോ. ഇരുട്ടുകളെ കുടഞ്ഞുകള, ശത്രുവിന്റെ മണ്ഡലങ്ങളെ കുടഞ്ഞുകള. ആത്മാവിൽ നിറഞ്ഞ് വെളിയിൽ വാ. സദാ കുടഞ്ഞ് വെളിയിൽ വാ. അത്ഭുതം ദൈവം നിന്നിലൂടെ ചെയ്യാൻ പോകുന്നു. നിന്റെ കുടുംബ തലങ്ങൾക്കകത്ത് നിന്നെ ഒതുക്കി കളയുന്നു ബാധിക്കുന്ന ചില മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം സ്വർഗം തച്ചുടക്കുന്നു. നിന്നെ മുന്നോട്ട് വിടാതെ അവകാശം പറഞ്ഞ ചില അന്ധകാര ശക്തികൾ നിന്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ഒരു രീതിയിലും മുന്നോട്ട് വിടാത്ത ചില അന്ധകാര ശക്തികൾ ഇന്ന് പകൽക്കാലം തകരുന്നു. ആമേൻ 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 ആമേൻ. നീ പേടിക്കരുത്, നീ ഭയപ്പെടരുത്. നീ ശക്തി പ്രാപിച്ചു വേണം പോകാൻ. ശക്തി പ്രാപിച്ചു വേണം പോകാൻ. ബലം പ്രാപിച്ചു വേണം പോകാൻ. ആമേൻ. ബലം പ്രാപിച്ചു വേണം പോകാൻ. ഹല്ലേലൂയ. ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങളിൽ ഇറങ്ങാൻ വരട്ടെ. അതൊക്കെ പിന്നെ കർത്താവ് അത്രത്തോളം അധികാരം തന്നിട്ട് ഇറങ്ങാം. പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ബാക്കി ദൈവ ശക്തി ചെയ്യേണ്ടത് ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രക്തത്താൽ മുദ്രയിടപ്പെട്ട കാലുകൾ ഭവനത്തിന്റെ മുറ്റത്ത് ചവിട്ടുമ്പോൾ, ഗേറ്റ് തുറക്കും മുമ്പേ, റോഡിലെത്തുമ്പോൾ, ആ പരിസരത്തെത്തുമ്പോൾ പറ, ഇന്ന് ആത്മാവിൽ നിറഞ്ഞ് ഞാൻ പോകുന്നു. എന്റെ വീടിന്റെ പരിസരത്തെത്തുമ്പോൾ, എന്റെ വീട്ടിൽ ചവിട്ടുമ്പോൾ, എന്റെ മുറ്റത്ത് ചവിട്ടുമ്പോൾ, മുറ്റത്ത്, വീട്ടിന്റെ വസ്തുവിൽ, ഭൂമിയിൽ, ഭവനത്തിനകത്ത്, അടിത്തറയിൽ എന്തുണ്ടെങ്കിലും അത് കത്തും. പറഞ്ഞേ, വാ തുറന്ന്. എനിക്കെതിരെ, എൻ്റെ തലമുറക്കെതിരെ, എൻ്റെ ഭർത്താവിനെതിരെ, എൻ്റെ മക്കൾക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ നന്മയ്ക്കെതിരെ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്തെല്ലാം ചെയ്തിട്ട് ഒരു നന്മയില്ലാതെ തകർത്തൊതുക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട കാലുമായി ഞാൻ ചവിട്ടുമ്പോൾ എൻ്റെ വീട്ടിനകത്ത് ശത്രു അപകരിച്ചുകൊണ്ടുവന്ന സകലതും. ഹല്ലേലൂയ. വീട് പാർക്കാൻ ദൈവം തന്നതാ. എങ്ങനെ പാർക്കാൻ? സമാധാനത്തോടെ പാർക്കാൻ. പറ, എന്റെ ദൈവം തന്ന സമാധാനത്തോടെ പാർക്കാനാ. കരഞ്ഞ് കരഞ്ഞ് അടി ഉണ്ടാക്കിയല്ല, സമാധാനത്തോടെ. പറഞ്ഞേ, സമാധാനത്തോടെ പാർക്കാൻ, സ്വസ്ഥതയോടെ പാർക്കാൻ, രാത്രി കിടന്നുറങ്ങേണ്ട സമയത്ത് കിടന്നുറങ്ങാൻ എനിക്ക് തന്ന ഭവനമാണ്. പറ, അതിനകത്ത് മല്ലന്മാർക്കോ ദുഷ്ടപിശാചിനെ ഇരിക്കേണ്ട സ്ഥലമല്ല. പറഞ്ഞേ, ഞാനല്ല പോകേണ്ടത്, എടാ നീയാ പോകേണ്ടത്. പറഞ്ഞേ, ഞാനല്ല എൻ്റെ വീട് വിട്ട് പോകേണ്ടത്, എനിക്ക് വീട്ടിൽ ഇരിക്കേണ്ട, ഇറങ്ങി ഓടാന്നൊക്കെ തോന്നില്ലേ? പറഞ്ഞേ, ഞാനല്ല ഇറങ്ങി പോകേണ്ടത്, നീയാണ് ഇറങ്ങി പോകേണ്ടത്. എൻ്റെ ദൈവം തന്ന വീടാ, എൻ്റെ ദൈവം തന്ന ഭൂമിയാ, ദൈവത്തിൻ്റെതാ, ദൈവം വസിക്കുന്ന സ്ഥലമാ. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. എങ്കിലും അവനോട് കൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. ജനം വീണ്ടും പറയുകയാണ്, ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോകരുത്. കഴിയില്ലെന്നല്ല, ഇന്ന് എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും. കഴിയത്തില്ലെന്നല്ല, ഇന്നെങ്ങനെ? മുകളിൽ എന്താ പറഞ്ഞേ? മുകളിൽ എന്താ പറഞ്ഞേ? മല്ലന്മാരുടെ കാര്യം പറഞ്ഞപ്പോ ദൈവഭക്തൻ ചാടി ഇറങ്ങി എന്താന്ന് പറഞ്ഞേ? അത് ജയിപ്പാൻ നമുക്ക് നാം ചെന്ന് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. ആര്? കാലേബ്. കാലേബ് മോശയുടെ മുമ്പിൽ പോയി. 30-ാം വാക്യം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്ന് അത് കൈവശമാക്കുക. ഇന്ന് നിന്റെ വീടും വസ്തുവും നീ യേശുവിന്റെ നാമത്തിൽ സമാധാനത്തോടെ പാർക്കാൻ, സ്വസ്ഥതയോടെ പാർക്കാൻ, അനുഗ്രഹത്തോടെ പാർക്കാൻ, നന്മയോടെ പാർക്കാൻ നീ കൈവശം ആക്കാൻ പോകയാ. ആരുടെ കൈക്കകത്തുനിന്ന്? പറ, ആരുടെ കൈക്കകത്തുനിന്ന്? ശത്രുവിന്റെ കൈക്കകത്തുനിന്ന്. ദൈവം തന്ന അവകാശം നിനക്കത്. അതിനെ നീ കൈവശമാക്കാൻ വെക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു ഭവനമായി, ആരാധിക്കാൻ പറ്റുന്നൊരു ഭവനമായി, സമാധാനമുള്ളൊരു ഭവനമായി, കൂട്ടമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു ഭവനമായി, ദൈവത്തെ ഉയർത്താൻ പറ്റുന്നൊരു ഭവനമായി, മാതൃകയുള്ള ഭവനമായി, വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ഭവനമാക്കി. ഓ ജീസസ്, ജീസസ്. തണ്ടിന്മേൽ വെച്ച വിളക്കായി. പറഞ്ഞേ, മലമേലിരിക്കുന്ന പട്ടണമായി. നിന്റെ അധ്വാന ഫലം നീ തിന്നും. ഓ ജീസസ്, ജീസസ്. പറഞ്ഞേ, എൻ്റെ അധ്വാന ഫലം ഞങ്ങൾ അനുഭവിക്കും. എൻ്റെ അധ്വാന ഫലം ആ പലിശ പാർട്ടിക്കല്ല. എൻ്റെ അധ്വാന ഫലം അവിടെ ഇവിടെയല്ല. എൻ്റെ അധ്വാന ഫലം ഞങ്ങൾ അനുഭവിക്കും.
പറഞ്ഞു എൻ്റെ അധ്വാന ഫലം അവിടെ എവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അധ്വാന ഫലം ഇനി അവിടെ ഇവിടെ അല്ല. പറഞ്ഞ ആരൊക്കെ പറയും ഹല്ലേലൂയ. പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ വിടുതൽ നടക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് 2000 രൂപയ്ക്ക് അധ്വാനിക്കുന്നുവെങ്കിൽ എത്ര രൂപയായിരിക്കും കൊടുക്കുന്നത്? തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ കടക്കാരായിട്ടായിരിക്കും തിരിച്ച് വീട്ടിനകത്ത് കയറുന്നത്. ഇതെല്ലാം പൊട്ടണമെങ്കിൽ നീ ശക്തി പ്രാപിച്ചോട്ട് പോകണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. പോകുന്ന വഴിക്ക് എല്ലായിടത്തും കാര്യങ്ങളിൽ മത്തായി സുവിശേഷം 24 അധ്യായത്തിനകത്ത് ഒരു വാക്യമുണ്ട്. ലൂക്കോസ് സുവിശേഷം 24 അധ്യായത്തിനകത്ത് കർത്താവ് എന്താ പറഞ്ഞ്? നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം പലരും എന്തെന്നറിയാമോ? ഒരു അധികാരമില്ല, ചാടിയങ്ങിറങ്ങും. പിന്നെ ഉള്ള പ്രാർത്ഥനയും പോകും, ഉള്ള എല്ലാം പോകുന്ന അതാ ചാടിയങ്ങിറങ്ങും. ദൈവത്തിന് സ്തോത്രം. എന്തെന്നില്ലാത്ത ഒരു ചാട്ടമാണ്. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ചാടിയങ്ങിറങ്ങും, അതോടെ വീഴും ആള്. വായിച്ചേ 49 വാക്യം ലൂക്കോസ് സുവിശേഷം 24:41. എന്നാൽ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ഞാൻ പറഞ്ഞു പരസ്യ ശുശ്രൂഷയ്ക്ക് നമുക്ക് വേണം. ഞാൻ വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? ഇതിനകത്ത് പോകുന്നവരെല്ലാം കർത്താവ് അഭിഷേകം ചെയ്ത് വേണം കൊണ്ടുപോകാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ലേ? അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന സൂമിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവെ ഞങ്ങൾക്ക് പരസ്യ ശുശ്രൂഷ വേണം, പക്ഷേ കർത്താവ് ഞങ്ങളെ കൊണ്ടുപോകണം അഭിഷേകം ചെയ്ത്. അല്ലാതെ 3 ദിവസം പോയിട്ട് 4ന്റെ അന്ന് പിന്മാറുന്ന ഒരു കൂട്ടമല്ല. പിന്നെയോ ഒരു സൈന്യമായി അന്ത്യം വരെ കർത്താവിന്റെ വെളിച്ചമായി നിൽക്കണം. അമ്മേൻ. 2 ദിവസം ചെയ്തിട്ട് പാപം ചെയ്ത് അവിടെ ഇവിടെ നോക്കി പാപത്തിലേക്ക് വീഴുന്ന ഒരു തലമുറയെല്ലാം നമുക്ക് ആവശ്യം. പിന്നെയോ അഭിഷേകമുള്ള തീരെടുക്കൽ മെഴുകുരുകും. തീങ്കൽ മെഴുകുരുകും. പറഞ്ഞേ തീങ്കൽ പിശാച് ഉരുകും. തീയായി നീ മാറിയാ മന്ത്രം നിന്റെ അടുത്ത് വരത്തില്ല. ആര് തീയാവണം? നമ്മൾ തീയാവണം. നമ്മൾ തീയാണ്. പറഞ്ഞേ നമ്മൾ തീയായ ക്ഷുദ്രത്തിന് തൊടാൻ പറ്റത്തില്ല, മന്ത്രത്തിന് തൊടാൻ പറ്റത്തില്ല. പൂജകൾ കത്തി എരിഞ്ഞമരും. നമ്മൾ തീയായ ആരൊക്കെ മന്ത്രവാദം ചെയ്താൽ ആ മന്ത്രവാദം നമ്മളെ അയൽവക്കത്ത് വരത്തില്ല. കാരണം മന്ത്രവാദി വിടുമ്പോൾ തന്നെ പിശാച് ദൂരെ വന്ന് നിന്നിട്ട് പറയും, അതിനകത്തൊരു തീ ആളി കത്തുന്നേ, അത് ഒരാളുടെ തീയാ ആളി കത്തുന്നേ, അതിനകത്ത് എനിക്ക് കടക്കാൻ പറ്റുന്നില്ലെന്ന് തിരിച്ചോടും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നീ കർത്താവിന്റെ തീ പ്രാപിച്ചാൽ, കർത്താവിന്റെ ശക്തി പ്രാപിച്ചാൽ, കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ചാൽ, കർത്താവിന്റെ ബലം പ്രാപിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലമില്ലാതെ ദേശത്തിറങ്ങി ചെന്നാൽ ഇന്നലെ രാത്രി ഒരാളെന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഭയങ്കര ലോങ് സൈറ്റിൽ വർക്ക് ചെയ്യാണ് ഇപ്പോൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, സ്തോത്രം, എല്ലാം ശരിയാണ്, പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ അതനുസരിച്ച് വേണം പ്രാർത്ഥിക്കുക. നീ എല്ലാവരോടും സുവിശേഷം നീ പറഞ്ഞു, പക്ഷേ നീ സുവിശേഷം പറയുമ്പോൾ സുവിശേഷത്തിന് ബന്ധനമില്ല. പക്ഷെ നീ അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവർ പല വിശ്വാസത്തിലുള്ളതായിരിക്കും. അവിടെ കയറി അവരെ ഒന്നും പിടിക്കാൻ പോകണ്ട. നിനക്ക് അധികാരം കിട്ടിയ ശേഷം നീ ചെയ്തോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉയരത്തിലെ ശക്തി ധരിക്കുവോളം, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് തന്ന ശക്തി കർത്താവ് തന്നതനുസരിച്ച് കർത്താവ് നമ്മളെ ഉപയോഗിക്കട്ടെ. ആമേൻ. കർത്താവ് നമ്മളെ ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ ഹിതം മാത്രം നമ്മൾ നടക്കട്ടെ. ദൈവഹിതം മാത്രം നടക്കട്ടെ. അപ്പോ സ്വത്രം കാലേബ് ഇറങ്ങി വന്ന് പറഞ്ഞു, ഇവരെ അടിച്ചമർത്തിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? എന്തുകൊണ്ടാണ് കാലേബ് അങ്ങനെ പറയാൻ കാരണം? എന്താ കാലേബ് അങ്ങനെ പറയാൻ കാരണം? 15-ാം അധ്യായത്തിനകത്തുണ്ട്. എന്താ 13-ാം അധ്യായത്തിനകത്തുണ്ട്? സ്വത്രം ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുക്കാണ്ടിരിക്കുന്ന കനാൻ ദേശം, ദൈവം തരാൻ പോകുന്ന കനാൻ ദേശമായോണ്ടാണ് കാലേബ് ചാടി ഇറങ്ങി പറഞ്ഞത്. എന്തോന്ന് പറഞ്ഞു? കാലേബ് എന്താ പറഞ്ഞേ? അവരെ അടിച്ചമർത്തിയിട്ട് കാലേബ് ചാടി ഇറങ്ങി പറഞ്ഞു. എന്തോന്നാ പറഞ്ഞേ? നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. കാരണം എന്താ? പറഞ്ഞത് ദൈവമെങ്കിൽ, തന്നത് ദൈവമെങ്കിൽ. ആമേൻ. ആര് പാർക്കണമെന്ന് ദൈവം തീരുമാനിക്കും. ഇന്ന് പകൽക്കാലം ദൈവ മക്കളെ നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളുടെ ഭവനത്തിനകത്ത് അന്ധകാര ശക്തി പാർക്കണോ, നിങ്ങൾ പാർക്കണോ? ജീസസ് എന്ന് തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോകാവൂ. ധൈര്യത്തോടെ പറ, എനിക്ക് ദൈവം താമസിക്കുന്ന ഭവനത്തിനകത്ത് ഇരുട്ടേ നീയല്ല, അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ട ദുഷ്ടം നീയല്ല, ഞങ്ങളുടെ യേശുവാർക്ക് ഒപ്പം അപ്പന്റെ മക്കളാകുന്ന രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ഞങ്ങളും സമാധാനത്തോടെ പാർക്കും. പറഞ്ഞേ സന്തോഷത്തോടെ പാർക്കും. പറഞ്ഞേ സന്തോഷത്തോടെ പാർക്കും. അടുത്ത വാക്യം വായിച്ചേ. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. കണ്ടോ, ഇവര് കഴിയില്ലെന്ന് പറഞ്ഞപ്പോ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച, കർത്താവിന്റെ വചനത്തിൽ ഉറപ്പ് പ്രാപിച്ച കാലേബ് പറഞ്ഞു പാഠ്യം. കാരണം പറഞ്ഞ ദൈവം, വിളിച്ച ദൈവം, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. യേശു
വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവർ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല. ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളർന്നുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, 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 എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്നെല്ലാത്തും കുടഞ്ഞു കളഞ്ഞിട്ട് ഇവിടെ വിട്ട് എന്ത് ചെയ്യാവോ? പോകാവോ? യോഹന്ന സുവിശേഷം 10-ാമത്തെയും അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, വായിച്ച്. യോഹന്ന സുവിശേഷം 10-ന്റെ 10 വായിച്ചിട്ട് വീണ്ടും സംഖ്യാപുസ്തകത്തിനകത്തേക്ക് പറഞ്ഞു. യോഹന്ന സുവിശേഷം 10-ന്റെ 10 വായിച്ചേ. മോഷ്ടിപ്പാനും അറുപ്പാനും, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ. കള്ളൻ വന്നതിനാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും. പക്ഷെ യേശു ഇന്ന് വരികയാണ് നിങ്ങളുടെ വീട്ടിനകത്ത്. എന്തിനു വേണ്ടി? ജീവൻ തരാൻ. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിനകത്ത് വരാൻ പോകാം. എന്തിന്? ജീവൻ തരാൻ. മോഷ്ടിച്ച അറുത്ത മുടിച്ച അവന്റെ ദുർഭരണങ്ങളെ സ്വർഗം ഇന്ന് തച്ചുടക്കാൻ പോകയാ. എത്ര പേർ വിശ്വസിക്കുന്ന എനിക്കറിയൂടാ, എത്ര പേർ ഏറ്റെടുക്കുന്ന എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് ഏറ്റെടുക്കുന്ന പൈതൽ നിനക്ക് വിടുതൽ ഉറപ്പാണ്. ഏറ്റെടുക്കുന്ന പൈതൽ വിടുതൽ ഉറപ്പ്. കഴിഞ്ഞ നാളുകൾ കഷ്ടപ്പെടുന്നുണ്ട്, സമ്പത്ത് വരുന്നുണ്ട്, എല്ലാത്തെയും മോഷ്ടിച്ച് അറുത്ത് മുടിക്കുന്ന, സ്വസ്ഥതയില്ല, സമാധാനത്തെ മോഷ്ടിക്കുന്ന, പ്രാർത്ഥനയെ മോഷ്ടിക്കുന്ന, ആരാധനയെ മോഷ്ടിക്കുന്ന, കുടുംബ സമാധാനത്തെ മോഷ്ടിക്കുന്ന, നന്മയെ മോഷ്ടിക്കുന്ന, കുടുംബത്തിനകത്ത് സ്വസ്ഥതയെ മോഷ്ടിക്കുന്ന, ഉറങ്ങാൻ പറ്റാതെ ശാരീരികമായി മാനസികമായി തകർത്തൊതുക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗം തകർത്ത് മാറ്റിയിട്ട് ജീവൻ തരാൻ. അവനത് താമസിക്കാനൊന്നും പറ്റത്തില്ല.
ഇവിടെ ഒരു രക്ഷയില്ല. പറഞ്ഞിട്ടില്ലേ ദുർവർത്തമാനം. അവിടെ യേശുവാണ് തന്നതെങ്കിൽ അവിടെ ആര് വാഴണമെന്ന് തീരുമാനിക്കേണ്ട ദൈവമാണ്. ചെല്ലു പറയത്തില്ലേ, ആ വീടങ്ങ് വിറ്റ് കളഞ്ഞാൽ മതി, ആ വസ്തു അങ്ങ് കള എന്ന് പറയത്തില്ലേ. ദൈവം തന്നതാണെങ്കിൽ അത് പോകേണ്ടവൻ പോകണം. ദൈവത്തിന് സ്തോത്രം. പാർക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യും? പാർക്കും. പോകേണ്ട ഇറങ്ങിപ്പോകണം. നമ്മളല്ല പോകേണ്ടത്, പോകേണ്ടവൻ പോകണം. നമ്മളവിടെ സമാധാനത്തോടെ എന്ത് ചെയ്യും? താമസിക്കും. വായിച്ചേ. ഞങ്ങൾ സഞ്ചരിച്ചു ചുറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയും ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ. അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. പറയണ അനാക്യ മല്ലന്മാരെയും കൂടെ എന്ത് ചെയ്തു? അവിടെ ഞങ്ങൾ കണ്ടു. കുറെ മല്ലന്മാരെ അവിടെ കണ്ടു. അടുത്ത വരി. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. എന്താ കാര്യം? ഇന്ന് അനേകർ പറയത്തില്ലേ, സിസ്റ്ററെ എത്ര പ്രാർത്ഥിച്ചിട്ടും വീട്ടിനകത്ത് ഒരു സമാധാനമില്ല. കാരണം എന്താ? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വെട്ടുകിളിയായിട്ട് തോന്നി. അതിന് ദൈവം എന്താ കാരണക്കാരനായത്? ദൈവം കാരണമൊന്നുമല്ല. നമ്മൾ നമുക്ക് തന്നെ വെട്ടുകിളിയായിട്ട്. ആരാ പറഞ്ഞ വെട്ടുകിളിയായിട്ട് തോന്നിക്കാൻ? ധൈര്യത്തോടെ പറ, എൻ്റെ അപ്പനാ രാജാതി രാജാവ്, അപ്പൻ്റെ മകളാ ഞാൻ. ഓ, എൻ്റെ മേലെ ആ രക്തമുണ്ട്. ഞാൻ ചവിട്ടുമ്പോൾ എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്തുള്ള ഇരുട്ടുകൾ നീങ്ങും. ധൈര്യത്തോടെ പറ. എന്തിനാ പറഞ്ഞത് നീ വെട്ടുക്കിളിയെ പോലെ എന്ന്? എന്തിനാ പറഞ്ഞേ? അടുത്തവര് ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾ വെട്ടുകിളിയെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. കണ്ടോ, ഇവർ തന്നെ ഗണിച്ചതാണ്. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ല. കണ്ടോ, ഇതല്ലേ നമ്മൾ അനേകർ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ല, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല, ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല. ആര് തന്നെ പറഞ്ഞു? നമ്മൾ അവരവർ തന്നെ പറഞ്ഞു. ഇവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊണ്ട് പറ്റത്തില്ല, ഞങ്ങൾ ആരെ പോലെ ആയി? വെട്ടുക്കിളിയെ പോലെ ആയി. വെട്ടുക്കിളി വല്ലതാണോ ഇവര്? ഇത് ആര് പറഞ്ഞു വിട്ടതാ? നോക്ക്, ഇത് ആര് പറഞ്ഞു വിട്ടത്? സർവശക്തനാകുന്ന ദൈവമാവട്ടെ. പക്ഷെ അത് അംഗീകരിക്കാൻ അവർക്ക് പറ്റിയില്ല. എന്നെ വിട്ടത് ആര്? എന്നെ അയച്ചവൻ എന്നോട് എന്ത് പറഞ്ഞു? ഇന്ന് ഇതിനകത്ത് കർത്താവ് അയക്കുക നമ്മളെ ഭവനത്തിലേക്ക്. ഇവിടെ നമ്മുടെ ഭവനത്തിനകത്തേക്ക് അയക്കുകയാണ്. കർത്താവ് പറഞ്ഞു, മക്കളെ, നീ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ, നിന്റെ ഭവനത്തിനകത്ത് കാൽ ചവിട്ടുമ്പോൾ ഇന്ന് വിടുതൽ നടക്കാൻ പോകുകയാ. ഇന്ന് അന്ധകാര ശക്തി ഉടയണം. നിന്നെ ആരാധിക്കാൻ വിടാതെ, പ്രാർത്ഥിക്കാൻ വിടാതെ, സമാധാനം നഷ്ടപ്പെടുത്തി കുടുംബത്തിനകത്ത് കലക്കം ഉണ്ടാക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ ഇതിനകത്ത് വസ്തു വിൽക്കാം, വീട് വിൽക്കാമെന്ന് മനസ്സിൽ തോന്നിപ്പിച്ച് സ്വസ്ഥതയെ കെടുത്തുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചാണ് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പോകാൻ. അടുത്ത വാക്യം വായിച്ചേ. അപ്പോൾ സഭയൊക്കെ ഉറക്കെ നിലവിളിച്ചു. ജനം ഉറക്കെ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. എന്തോന്നാ കരഞ്ഞേ? അടുത്ത വരി. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. എന്തോന്നാ പിറുപിറുത്തത്? അടുത്ത വരി. സഭയൊക്കെയും അവരോട്, മിസ്രൈം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. മര്യാദയ്ക്ക് മരിച്ചാൽ മതിയായിരുന്നു, ഇവിടെ വരണ്ടായിരുന്നു. ദൈവമേ, ഇവിടെ വന്നപ്പോ ഇങ്ങനെയാണല്ലോ കഷ്ടത. കർത്താവെ, എന്ത് ചെയ്യാൻ? എൻ്റെ ദൈവമേ, വെട്ടുക്കിളിയെ പോലെ അവർക്ക് തന്നെ തോന്നിയിട്ടാണ് ഇതെല്ലാം പിറുപിറുക്കാൻ തുടങ്ങിയത്. അടുത്ത വരി. ഇതെല്ലാം നമ്മളും പിറുപിറുക്കുന്നത്. കർത്താവെ, മര്യാദയ്ക്ക് പണ്ടത്തതുപോലെ പോയാൽ മതിയായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇപ്പൊ അവര് തന്നെ അവരെ നെഗറ്റീവ് ഭാഗങ്ങളെ മൊത്തം വെളിപ്പെടുത്തി നെഗറ്റീവായിട്ട് അവർ കരുതി. വിട്ട ദൈവത്തെ മറന്നു. എന്നെ നിങ്ങളെ വിളിച്ച ദൈവം സർവശക്തനാകയാൽ നമ്മൾ ദൈവത്തെ മറക്കരുത്. നമ്മളെ വിളിച്ച ദൈവത്തെ മറക്കരുത്. ദൈവം ബാക്കി എല്ലാം ചെയ്യും. അടുത്ത വരി വായിച്ചേ. അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനെ? ഞങ്ങളുടെ ഭാര്യമാരെ മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രൈമിലേക്ക് മടങ്ങി പോകുകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഇപ്പൊ എന്താ പറഞ്ഞ? മിസ്രൈമിലേക്ക് പഴയതുപോലെ മര്യാദയ്ക്ക് പോവാൻ. എന്തായാലും പണ്ടത്തെ പോയാലോ പോയി. ഇപ്പൊ പോയിട്ടൊന്നും ഒരു നിവൃത്തിയും 6 മാസം പള്ളിയിൽ വന്നിട്ടൊന്നും ഒരു രക്ഷയും ഇല്ല. മര്യാദയ്ക്ക് പണ്ടത്തെ പോലെ അടിച്ചാൻ കുടിച്ചാൽ ഒന്നേന്ന് പോവാം. കണ്ടോ, അനേകരങ്ങനെ പോയി. കണ്ടോ, ഇവിടെ ഇവരും പോവാൻ നിശ്ചയിക്കുക. എന്തെല്ലാം അത്ഭുതം കണ്ട് വന്ന ജനമാണ്. അടുത്ത വരി. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രൈമിലേക്ക് മടങ്ങി പോക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശയും അഹരോനും ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിന്റെയും മുമ്പായി കവിണ്ണു വീണു. ദേശത്തെ ഉറ്റുനോക്കിയവരിൽ മോശയും വീണു. പിന്നെ ആരാ വീണേ? മോശയും അഹരോനും ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിന്റെയും മുമ്പാകെ കവിണ്ണു വീണു. ദേശത്തെ ഉറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. എത്രയും എങ്ങനെയുള്ളതാണ്?
നല്ല ദേശമാണ്. അടുത്ത വരി. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. ആമേൻ. അടുത്ത വരി. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്. നിങ്ങൾ യഹോവയോട് മത്സരിക്കരുത്. നിങ്ങൾ സൈലന്റ് ആയിട്ട് നിന്നു കൊടുത്താൽ മതി. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട മക്കളായി ആത്മാവിന്റെ ബലത്തോടെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ മാത്രം മതി. ദൈവ പ്രവൃത്തി ഈ നാളുകൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. ആ ദേശത്തിലെ ജനത്തെ നിങ്ങൾ എന്ത് ചെയ്യില്ലേ? ഇന്ന് പകൽക്കാലം പ്രതികൂലങ്ങളുടെ ഞെരുക്കത്തിലാണ് വന്നിരിക്കുന്നത്. പേടിക്കരുത്. ഈ ഞെരുക്കവും ഈ അന്ധകാര ശക്തികളും ഇന്നത്തെ പകൽക്കാലം പൊട്ടി തകർന്ന് തരിപ്പണാകാൻ സമയമായി. നീ അവയെ പേടിക്കരുത്. അടുത്ത വരി. അവർ നമുക്ക് ഇരയാകുന്നു. നോക്കിക്കേ, ഈ ശക്തികൾ ആർക്കിരയാ? നിങ്ങൾ കഴിഞ്ഞ നാളുകൾ തകർത്ത് ഒതുക്കിക്കൊണ്ടിരുന്ന ഈ ശക്തികളെല്ലാം ആർക്കിരയാ? നമ്മൾക്കിര. പറഞ്ഞു, എൻ്റെ ഇരകളാ അവിടെ കിടക്കുന്ന, അതിനെല്ലാം ഇന്ന് തകർക്കും. പറഞ്ഞു, എൻ്റെ ഇരകളാ, ഇവന്മാരെല്ലാം ഇത് തകരാൻ പോകുക. അടുത്ത വരി വായിച്ചേ. അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട്, കേട്ടോ, നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. അവരെന്ത് ചെയ്യില്ലേ സഹോദരങ്ങളെ? നമ്മോട് കൂടെ ആരുണ്ട്? യഹോവയുണ്ട്. ആ യഹോവയായിട്ടാണ് നമ്മൾ ഇന്ന് ഭവനത്തിൽ കാൽ ചവിട്ടാൻ പോകുന്നത്. ഭവന തലങ്ങൾക്കകത്തുള്ള എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം മാറാൻ പോകുകയാണ്. കുടുംബത്തിനകത്ത് വഴികൾ തുറക്കാൻ പോകുന്നു, വാതിൽ തുറക്കാൻ പോകുന്നു, സ്വർഗീയ സന്തോഷം തരാൻ പോകുന്നു, സമാധാനം തരാൻ പോകുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഒതുക്കിയ എല്ലാ മണ്ഡലങ്ങളും ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ ആരാധനയോട്ട് മടങ്ങി ചെല്ലുമ്പോൾ ഭയങ്കര വ്യത്യാസം സംഭവിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകുന്നു. അടുത്തവർ വായിച്ചേ. എന്നാറേ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. ഇവരെ കല്ലെറിയാമെന്ന്. അടുത്ത വരി. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ. കർത്താവ് എത്ര അടുത്ത് നിൽക്കുന്നു നോക്കിയേ. യഹോവയുടെ, കണ്ടോ, വിളിച്ച ദൈവം വിശ്വസ്തൻ. പാട്ടുകാരൻ പാടി, വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. പരികയില്ല, അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല, അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമാ എനിക്ക് യേശുണ്ട്, മറച്ചിടുവന്റെ ചിറകടിയിൽ. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. പലവിധമാം എതിരുകളൻ പാതയിൽ അടിക്കടി ഉയർന്നിടുമ്പോൾ, പലവിധമാം എതിരുകളൻ പാതയിൽ അടിക്കടി ഉയർന്നിടുമ്പോൾ, പാലിക്കും ഭാര്യയോടെ പരമാനന്നെ പതറാതെ നിൽക്കുവാൻ ബലം തരുന്നു. പാലിക്കും ഭാര്യയോടെ പരമാനന്നെ പതറാതെ നിൽക്കുവാൻ ബലം തരുന്നു. മറവിടമാ എനിക്ക് യേശുണ്ട്, മറച്ചിടും അവൻ ചിറകടിയിൽ. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. പണന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ യേശു എൻ്റെ അരികിലുണ്ട്. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചിറക്കി ഇങ്ങനെ നോക്കി. കനാൻ ദേശത്ത് ഉറ്റു നോക്കാൻ വേണ്ടി കർത്താവ് അടുത്ത് നോക്കുകയാണ്. പോകുന്നവരെ നോക്കുന്നു, അവർ പറയുന്ന സംഭാഷണങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു. ഇനി അതിൻ്റെ നടുവിൽ കാലേവ് പറഞ്ഞ വരി ദൈവം കാണുന്നു. അതിൻ്റെ അപ്പുറത്ത് കാലേവും അഹരോനും താഴെ വന്ന് വീണ് വസ്ത്രങ്ങളെ കീറി അലറി വിളിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം കാണുന്നു. അടുത്ത് വീണ്ടും എന്നിട്ടും ഈ ജനം മറുതലിച്ച് പറയുന്നത് ദൈവം കാണുന്നു. ഇത് കണ്ണുകൊണ്ട് നിന്നപ്പോൾ സ്വർഗം അങ്ങ് ഇറങ്ങി. കണ്ട, നമ്മുടെ കൂടെ ഇതുപോലെ ദൈവമുണ്ട്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ നമ്മുടെ കൂടെ ദൈവം നടക്കുന്നത്. അത്ര നമ്മൾ ശ്രദ്ധിക്കുകയാണ്. നമ്മൾക്കുള്ളവരെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ആലയത്തെ എൻ്റെ ദൈവം അത്രയ്ക്ക് ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എത്രമാത്രം ശ്രദ്ധിച്ചോ അതുപോലെ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. വ്യത്യസ്തമായ ഭാരത്തോടായിരിക്കും ഞാൻ തിരിക്കുന്നത്, എന്നാൽ ആ ഭാരത്തെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുക പ്രത്യക്ഷമായി. അടുത്ത വരി. യഹോവ മോശയോട്, അർത്ഥം എന്താ?
എന്താ? പറഞ്ഞവൻ പറഞ്ഞിട്ട് ഒളിച്ചിരുന്നില്ല, പറഞ്ഞവൻ പറഞ്ഞിട്ട് കൂടെ നിന്നു. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവിടെ തേജസ് ഇറങ്ങിയപ്പോ കൂടെ ഉണ്ടായിരുന്ന ദൈവം തേജസ്സിന്റെ മേൽ തേജസ്സിനകത്ത് അങ്ങ് ഇറങ്ങി. അടുത്ത വരി വായിച്ചേ. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും, യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും, ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും. എത്ര അടയാളങ്ങൾ നമുക്ക് ഇവിടെ ചെയ്തെന്നറിയാമോ? അടുത്ത് ഞാൻ അവരെ മഹാമാരിയാൽ. കണ്ടോ, അവിടെ കഴിഞ്ഞ നാളുകൾ നമ്മൾ നോക്കുമ്പോൾ ഫറവോന്റെ കൊട്ടാരം മുതൽ ഇവിടം വരെ എന്തുമാത്രം വിടുതൽ ചെയ്താ കൊണ്ടുവന്നേ. അടുത്ത വരി. ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ചു കളയും. അടുത്ത വരി. നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയാക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. മോശ യഹോവയോട് പറഞ്ഞത്, എന്നാൽ മിസ്രയീമർ അത് കേൾക്കും. നീ ഈ ജനത്തെ. മോശയോടൊന്ന് വിളിക്കുകയാണ്, ദൈവമേ അങ്ങനെ പറയല്ലേ അപ്പാ, പറഞ്ഞ ഇങ്ങനെയാണ് കാര്യം പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത വരി. നീ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന്. പ്രശ്നം വരുമ്പോൾ ഇടയ്ക്ക് കിടന്ന് വിളിക്കാൻ ഒരു മനുഷ്യൻ, അതാരാ? മോശ. അടുത്ത വരി. നിന്റെ ശക്തിയാൽ കൊണ്ടുപോകുന്നുവല്ലോ, അവർ അത് ഈ ദേശ നിവാസികളോടും പറയും, യഹോവയെ നീ ഈ ജനത്തിന്റെ മധ്യേ ഉണ്ടെന്ന് അവർ കേട്ടിരിക്കുന്നു. യഹോവയായ നിന്നെ ഇവർ കണ്ണാലെ കാണുകയും നിന്റെ മേഘം ഇവർക്ക് മീതെ നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നീ ഇവർക്ക് മുമ്പായി നടക്കുകയും ചെയ്യുന്നുവല്ലോ. നീ ഇപ്പോൾ ഈ ജനത്തെയൊക്കെയും ഒരു ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ. ആരോട് അടുത്ത് നിന്ന് പറയുക? അടുത്തടുത്ത് നിന്ന് ആരോട് പറയുക? മോശ ആരോട് പറയുന്നു? ഇതുപോലെ സംസാരിക്കാൻ എത്ര പേര് പള്ളിക്കകത്തുണ്ട്? കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തൂടിച്ചിടുന്നേ, നാദാ നിന്നൂടെ വരവിനായി. കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തൂടിച്ചിടുന്നേ, നാദാ നിന്നൂടെ വരവിനായി. പാരിൽ കഷ്ടതകൾ ഏറും തീരം തോറുമേ, കാന്താവേഗം നീ വന്നിടണേ. പാരിൽ കഷ്ടതകൾ ഏറും തീരം തോറുമേ, കാന്താവേഗം നീ വന്നിടണേ. തൊട്ടടുത്തടുത്ത് നാരൊക്കെ മോശയും ദൈവം തമ്മിൽ ഭയങ്കര സംഭാഷണം. ദൈവം തകർക്കാനിരിക്കുന്നു, മോശ കിടന്ന് പിടിയും പിടി. അപ്പച്ചാ അങ്ങ് തകർത്താലേ ഒറ്റ മനുഷ്യൻ പോലെ എല്ലാத்தைയും കൊന്ന എന്താകും? എല്ലാം മോശ ദൈവത്തോട് പറയുകയാണ്. അടുത്തവര് വായിച്ചേ. നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ യഹോവയെ കഴിയായ കൊണ്ട് അവൻ അവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയും. യഹോവ ദീർഘക്ഷമയും മഹാദയ ഉള്ളവൻ. യഹോവ ദീർഘക്ഷമയും മഹാദയ ഉള്ളവൻ. അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ. കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ എന്നിങ്ങനെ നീ അരുളി ചെയ്തതുപോലെ കർത്താവേ, ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ. നിന്റെ മഹാദയക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിന് യഹോവ അരുളി ചെയ്തത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എന്റെ ദൈവം പറയാണ്, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. അപ്പൊ ദൈവം മക്കൾ പ്രാർത്ഥിച്ചപ്പോ എന്ത് ചെയ്തു? പറ, ക്ഷമിച്ചോ ഇല്ലേ? അപ്പൊ ദൈവം മോശയും തമ്മിലുള്ള അടുപ്പം നോക്കിയേ. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ദൈവം ക്ഷമിച്ചോ ഇല്ലേ? ഒന്നുകൂടെ വായിച്ച ആ വരി വായിച്ചു വേണം ശകലം കൂടെ ഉള്ളു പ്രാർത്ഥിക്കാൻ നമുക്ക്. അതിന് യഹോവ അരുളി ചെയ്തത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എങ്കിലും എന്നാണ് നിന്റെ അപേക്ഷ പ്രകാരം നീ ഇതെല്ലാം പറഞ്ഞല്ലേ, അതുകൊണ്ട് എല്ലാം ക്ഷമിച്ചു. ഇവന്മാരെ ഞാൻ വെറുതെ വിട്ടു. അടുത്ത വരി. എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. തേജസ് കൊണ്ട് ഇന്ന് പകൽക്കാലം ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട്, ഭവനമെല്ലാം, സ്തോത്രം നമുക്കുള്ളതെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് മൂടുകയാണ്. ഹല്ലേലൂയ. അടുത്ത വരി. എന്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. പറഞ്ഞു, ഇവരിത്രയും മത്സരിച്ചല്ലോ, ഇവർ ഈ ദേശം കാണാൻ പോകുന്നു. അടുത്ത വരി. എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല, ആരും കാണത്തില്ല. അടുത്ത എന്റെ ദാസനായ കാലേബോ അവരെ
വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ട്, വേറൊരു സ്വഭാവം. അപ്പൻ പറയുന്നത് പൊട്ടനെ പോലെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം, അപ്പൻ പറയുന്നത് അത് ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്ന സ്വഭാവം, വചനം വിട്ട് മാറാതെ അപ്പന്റെ പാദപിടിയിൽ വീണ് കിടക്കുന്ന സ്വഭാവം, പറ്റി നിൽക്കുന്ന സ്വഭാവം അവനുണ്ട്. പക്ഷെ അവൻ അത് കാണും. ഹല്ലേലൂയ. വായിച്ചേ. എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട്, കണ്ടോ, എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അടുത്ത് ഞാൻ അവനെ എത്തിക്കും. അടുത്ത് അവന്റെ സന്തതി അത് കൈവശമാക്കും. മതി. കൈവശമായില്ലേ? കൈവശമാക്കും. ഇന്ന് പകൽക്കാലം ഈ ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോയി നമ്മുടെ ഭവന തലങ്ങൾക്കകത്ത് ഇരിക്കുന്ന അനാക്യ മല്ലന്മാരെ, അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് തകരാൻ പോവുകയാ. ഇന്നത് ആ ജീവൻ ഇന്ന് ഓരോ മക്കളുടെ മേലെ സ്വർഗം പകരുകയാണ്.